ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ടെന്നാണ്. നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം വെച്ചാൽ പ്ലഗിലേക്ക് പവർ സപ്ലൈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സി ഡി യിലേക്ക് വരുന്ന വയറുണ്ടല്ലോ, അതിൻ്റെ ഈ അഡാപ്റ്റർ വന്നിട്ട് ഈ ക്ലിപ്പുകൾ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ച് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാത്തതാണ് അതിൻ്റെ പ്രോബ്ലം. ഇതാണ് അതിൻ്റെ മാറ്റിയായിട്ട് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വയറൊക്കെ ഇട്ട് വെച്ചേക്കണം ഓൾറെഡി. അപ്പോൾ ആ ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് ക്ലിയർ ചെയ്ത് ആ വയറിങ്ങിൻ്റെ അതേ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഹോണ്ടയിൽ വരുന്ന ആക്ടിവിക്ക് വരുന്ന ഒരു റിപ്പയർ കിറ്റാണ് 117 ഐറ്റത്തിൻ്റെ വില. പിന്നെ നമ്മളത് സോൾഡർ ചെയ്തൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വയറിങ് കിറ്റായിട്ടാണ് വരാം. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ എന്തെങ്കിലും സൂത്രപ്പണി ചെയ്ത് വെക്കണം. പക്ഷേ അത് പിന്നീട് റിപ്പീറ്റും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഈ റിപ്പയർ കിറ്റ് മേടിച്ച് നമ്മൾ മാറ്റിയാണ്. അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു. ചെയിനൊക്കെ നല്ല രീതിയിൽ അടിയുണ്ട്. ബാറ്ററി ചാർജ് കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും ഫോണൊന്നും വർക്ക് ചെയ്യണത് ക്ലിയറായിട്ട് വർക്കിംഗ് അല്ല. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും തോന്നിയില്ല. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. ചെയിൻ പുതിയ ചെയിനാണ് കിടക്കുന്നത്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അതും കൂടി ചെയ്യാം. വേറെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി.